JK സോളാർ പവർ സിസ്റ്റംസിന്റെ പുതിയൊരു ഇൻസ്റ്റലേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് എൻ്റെ ഈ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നത് ഒരു 3.6 കിലോവാട്ട് സോളാർ പാനൽ ഇൻസ്റ്റലേഷൻ ആണ്. ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്നത് 5 kVA ഓഫ് ഗ്രിഡ് ലിഥിയം ബാറ്ററി സിസ്റ്റമാണ്. ഇവിടെ നമ്മൾ സോളാർ പാനൽസ് ഈ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന 2 സ്ട്രിങ്ങുകളായിട്ട്, അതായത് 3 പാനൽസിന്റെ 2 സ്ട്രിങ്ങുകൾ. നമുക്കിവിടെ ഏകദേശം 590 വാട്ട്സിന്റെ 6 പാനൽസ് ആണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ലൈക്ക് 3.5 കിലോവാട്ട് സോളാർ പാനൽ കണക്ടിവിറ്റി കിട്ടുന്നുണ്ട്. ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന 5 kVA സോളാർ ഓഫ് ഗ്രിഡ് സിസ്റ്റം ആണ്. നമുക്ക് അതിൽ 5000 വാട്ട്സ് വരെ പാനൽസ് കണക്ട് ചെയ്യാം. വേണമെങ്കിൽ 2 പാനൽ ഇവിടെ ഇതിൽ ആഡ് ചെയ്യാവുന്നതാണ്. അതുപോലെ 5 യൂണിറ്റ് സ്റ്റോറേജ് കപ്പാസിറ്റി ഉള്ള ഒരു ലിഥിയം ഫെറോഫോസൈറ്റ് ബാറ്ററി ഉപയോഗിച്ചിട്ടുണ്ട്. ഇത്തരത്തിലുള്ള നിരവധി ഇൻസ്റ്റലേഷൻസ് നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്. അത് സോളാർ ഓൺ ഗ്രിഡ്, ഓഫ് ഗ്രിഡ്, ഹൈബ്രിഡ് സിസ്റ്റംസ്, നിരവധി ഇൻസ്റ്റലേഷൻസ് ചാനലിൽ അവൈലബിൾ ആണ്. അത്തരത്തിലുള്ള വീഡിയോസ് കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ചാനലിനെടുത്ത് വാച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇവിടെ ഡെയിലി നമുക്കൊരു 8 മുതൽ 12 യൂണിറ്റ് വരെ ശരാശരി ഉപയോഗമുള്ള ആൾക്കാരെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ഒരു 3000 രൂപയ്ക്ക് മുകളിലൊക്കെ ബില്ല് വരുന്ന ആൾക്കാരെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള ഒരു ഓഫ് ഗ്രിഡ് സിസ്റ്റം ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ ഇൻഡിപെൻഡന്റ് ആയിട്ട്, അതായത് KSEB ആയിട്ട് യാതൊരു ബന്ധവും ഇല്ലാതെ നമ്മുടെ കാര്യങ്ങളൊക്കെ വളരെ കറക്റ്റായിട്ട് നടന്നുകൊള്ളും. KSEB ലൈനിൽ 2 ദിവസം കറണ്ട് ഇല്ലെങ്കിലും അല്ലെങ്കിൽ പകൽ സമയത്ത് ഫുള്ള് കറണ്ട് ഇല്ലെങ്കിലും നമ്മളെ ബാധിക്കത്തില്ല. വീട്ടിലുള്ള എല്ലാ കാര്യങ്ങളും സാധാരണ പോലെ നമുക്ക് ഉപയോഗിക്കാം. പിന്നെ ഒരുപാട് ഹെവി യൂസ് ആയിട്ടുള്ള EV ചാർജിങ് അങ്ങനെയുള്ളതൊക്കെ ചെയ്യണമെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ വലിയ സിസ്റ്റംസ് ഒക്കെ ചെയ്യേണ്ടി വരും. ഇതിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും. ഇലക്ട്രിക് ഓട്ടോ, സ്കൂട്ടർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ നമുക്ക് ചെയ്യാം ഈസി ആയിട്ട്. ഇവിടെ ഇപ്പോൾ എന്തായാലും നമ്മൾ പകൽ സമയത്ത് ഒരു 5 യൂണിറ്റ് ഉപയോഗം, അതുപോലെ തന്നെ ഒരു 5 യൂണിറ്റ് ബാറ്ററിയിലേക്ക് സ്റ്റോർ ചെയ്യുക, അങ്ങനെയുള്ള ഒരു പർപ്പസിലേക്കാണ് ചെയ്തിരിക്കുന്നത്. രാത്രി സമയത്താണെങ്കിൽ നമുക്ക് ഒരു ടൺ ഇൻവെർട്ടർ AC ഒക്കെ ഒരു ഫുൾ ഡേ, ഒരു ഫുൾ നൈറ്റ് ഒക്കെ നമുക്ക് വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും. 5 യൂണിറ്റ് ആണ് സ്റ്റോറേജ് കപ്പാസിറ്റി ബാറ്ററിക്ക് വരുന്നത്. ഭാവിയിലേക്ക് വേണമെങ്കിൽ ഒരു ബാറ്ററിയുടെ പാരലായിട്ടൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റോറേജ് കപ്പാസിറ്റി നമുക്ക് ഈസി ആയിട്ട് കൂട്ടാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഓഫ് ഗ്രിഡ് സിസ്റ്റങ്ങളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ KSEB സപ്ലൈ ആയിട്ട് യാതൊരു ബന്ധവുമില്ല. നമുക്കറിയാം ഇപ്പോൾ KSEBയുടെ റൂളുകളൊക്കെ കുറച്ച് സ്ട്രിക്റ്റ് ആയിട്ട് വരികയാണ്. ഓൺ ഗ്രിഡ് സിസ്റ്റങ്ങളൊന്നും അത്ര സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ളതല്ല പുതിയ റെഗുലേഷൻസ് കാര്യങ്ങളൊക്കെ. അപ്പോൾ അങ്ങനെയുള്ള കേസുകളിൽ നമുക്ക് ഇങ്ങനെയുള്ള സിസ്റ്റംസ് ഉപയോഗിക്കാം. ഇപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ബാറ്ററി ഉള്ള സിസ്റ്റംസ് വെക്കാവുന്നതാണ്. പണ്ട് കാലങ്ങളിലൊക്കെ ലെഡ് ആസിഡ് ബാറ്ററി വെക്കുമ്പോൾ എല്ലാവർക്കും ഉള്ളൊരു പ്രശ്നം, ലെഡ് ആസിഡ് ബാറ്ററി കുറച്ച് കഴിയുമ്പോൾ കേടാവും, അത് മാറേണ്ടി വരും. അപ്പോൾ അതിനുള്ള ചിലവ്. ഇപ്പോൾ നമുക്ക് ലിഥിയം ഫെറോഫോസൈറ്റ് ബാറ്ററി വരുന്നുണ്ട്, അതിന് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഓൺ ഗ്രിഡ് ഉപയോഗിക്കുന്നത് തന്നെ മെയിൻ്റനൻസ് ഫ്രീ ആയിട്ട് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഡിസൈൻ നമ്മൾ കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ സുഖമായിട്ട് നമുക്ക് ഓഫ് ഗ്രിഡ് സിസ്റ്റംസ് കംപ്ലൈൻറ്റ് ഫ്രീ ആയിട്ട് ഉപയോഗിച്ച് പോകാവുന്നതാണ്. അത്തരത്തിലുള്ള നിരവധി ഇൻസ്റ്റലേഷൻ വീഡിയോസ് നമ്മുടെ ചാനലിലൂടെ പരിചയപ്പെടുത്തിയിട്ടുള്ളതാണ്. കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവർക്ക് ആ വീഡിയോസ് എടുത്ത് വാച്ച് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിലും കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ വീട്ടിലുള്ള പൂർണ്ണമായിട്ട് എല്ലാ ലോഡുകളും കൊടുക്കാതെ തന്നെ നമുക്ക് വീട്ടിലെ ഹെവി ലോഡുകൾ ഒഴിച്ച്, അതായത് ലൈറ്റ്, ഫാൻ, TV, ഫ്രിഡ്ജ്, മിക്സി അങ്ങനെയുള്ള ഒരു മീഡിയം ലോഡ് പർപ്പസിൽ ഉപയോഗിക്കുന്ന ഡിവൈസുകൾ മാത്രം കൊടുക്കാൻ ഉദ്ദേശിക്കുന്നവരെ സംബന്ധിച്ചുള്ള 3 kVA സിസ്റ്റംസ് നമ്മൾ ഒരുപാട് വീഡിയോസ് അവൈലബിൾ ആണ്. അപ്പോൾ അത് നമുക്ക് വീട്ടിലുള്ള ഹെവി ലോഡുകൾ ഒഴികെ ബാക്കിയുള്ളതെല്ലാം കൊടുത്ത് ഉപയോഗിക്കണം. അപ്പോൾ ബഡ്ജറ്റ് കുറച്ചുകൂടെ കുറഞ്ഞിരിക്കും. ഇതിൻ്റെ ഒരു പകുതി ബഡ്ജറ്റൊക്കെ വരുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള സിസ്റ്റംസ് വേണ്ടിയവർക്ക് അത് ചെയ്യാവുന്നതാണ്. ഇനി ലൈറ്റ്, ഫാൻ മാത്രം ഉപയോഗിക്കാൻ വേണ്ടിയുള്ളവർക്ക് അത്തരത്തിലുള്ള പ്ലാനുകൾ അവൈലബിൾ ആണ്. ഇതിപ്പോൾ എന്തായാലും നമുക്ക് വീട്ടിലുള്ള ഒരു 2-3 ബെഡ്റൂം അല്ലെങ്കിൽ 4 ബെഡ്റൂം വരെയുള്ള വീടുകളിൽ കംപ്ലീറ്റ് ലോഡ് ഉൾപ്പെടെ, ഇതിൽ നമ്മൾ കുറച്ച് ലിമിറ്റേഷൻസ് ഒക്കെ ഉണ്ട്. കാരണം നൈറ്റ് ടൈമിൽ നമുക്ക് സ്റ്റോറേജ് 5 യൂണിറ്റേ ഉള്ളൂ, അതിൽ 4 യൂണിറ്റ് നമുക്ക് എടുത്ത് ഉപയോഗിക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ അതൊക്കെ നമ്മൾ കൺസിഡർ ചെയ്തുകൊണ്ട് വേണം സിസ്റ്റം ചെയ്യാൻ. രാത്രി 12 മണിക്ക് ശേഷമൊക്കെ KSEBിലേക്ക് മാറാം. അതിനുശേഷമുള്ള ഉപയോഗമൊക്കെ നമുക്ക് KSEB ബില്ലായിട്ട് വരും. അപ്പോൾ എന്നിരുന്നാലും നമുക്ക് ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഇനി KSEB സപ്ലൈ ഇല്ലാതെ വന്നാലും നമുക്ക് ഈസി ആയിട്ട് വീട്ടിലെ കാര്യങ്ങളൊന്നും മുടങ്ങാതെ നടന്നു പോകുന്നുള്ളതാണ് ഇത്തരത്തിലുള്ള സിസ്റ്റംസിൻ്റെ അഡ്വാൻറ്റേജ്. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ആവശ്യക്കാരിലേക്ക് ഷെയർ എത്തിക്കാനും മറക്കരുത്. സോളാറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള നിരവധി ഇൻഫോർമേഷൻസ് നമ്മുടെ ചാനൽ അവൈലബിൾ ആണ്. അത് ഓൺ ഗ്രിഡ്, ഓഫ് ഗ്രിഡ് സിസ്റ്റംസ് നമ്മൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അപ്പോൾ അതിൻ്റെ ടെക്നിക്കലായിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസ് നമ്മൾ പല വീഡിയോകളായിട്ട് വിവരിച്ചിട്ടുണ്ട്. കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവർക്ക് താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇത്തരത്തിലാണ് നമ്മൾ പാനലുകൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. ഇവിടെ ടോപ്പ് കോൺ ബൈഫേഷ്യൽ ഗ്ലാസ് ടു ഗ്ലാസ് പാനൽസ് ആണ്. 590 വാട്ട്സ് വരുന്ന ടോപ്പ് കോൺ ബൈഫേഷ്യൽ N ടൈപ്പ് പാനൽസ് ആണ്. ഇവിടെ 6 പാനലുകളാണ് നമുക്ക് 2 സ്ട്രിങ്ങുകളായിട്ട് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇവിടെ 6 സ്ക്വയർ mm DC കേബിൾസ് ആണ് നമ്മൾ കണക്ഷൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ പാനൽ എർത്തിങ് കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട്. എന്നാൽ വളരെ ഹെവി ആയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ്. അതൊരു ഫ്ലാറ്റ് റൂഫ് ആണ്. അതുകൊണ്ട് തന്നെ ക്ലീനിങ്ങിന് നമുക്ക് പ്രത്യേകിച്ച് വാക്വേ കാര്യങ്ങളൊന്നും ആവശ്യമായിട്ട് വരത്തില്ല. നമുക്ക് സ്ട്രക്ചറിൻ്റെ കോസ്റ്റ് നമ്മുടെ സിസ്റ്റത്തിലെ ടോട്ടൽ കോസ്റ്റിനെ വല്ലാണ്ട് ബാധിക്കുന്ന ഒരു വിഷയമാണ്. കാരണം ഷീറ്റിന് മുകളിലോ അല്ലെങ്കിൽ സ്ലോ പ്രൂഫ് ഒക്കെ ആണെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് കോസ്റ്റിൽ വേരിയേഷൻ ഉണ്ടാവും. കൃത്യമായിട്ട് പറഞ്ഞാൽ 3540 വാട്ട്സ് സോളാർ പാനൽ കണക്ടിവിറ്റി കിട്ടുന്നുണ്ട്. ഓഫ് ഗ്രിഡ് സിസ്റ്റം ആയതുകൊണ്ട് തന്നെ നമുക്ക് ഓൺ ഗ്രിഡ് സിസ്റ്റത്തിൻ്റെ അത്രയും പ്രൊഡക്ഷൻ കിട്ടില്ല. എങ്കിലും ഒരു 3000 വാട്ട്സിന് മുകളിൽ വരെയൊക്കെ നമുക്ക് സോളാർ പാനലിൽ നിന്ന് നല്ല ലോഡുള്ള സമയങ്ങളിൽ വാട്ട്സ് അല്ലെങ്കിൽ ഔട്ട്പുട്ട് കാണിക്കുന്നതാണ്. ഇത്തരത്തിൽ നല്ല വെയിൽ കിട്ടുന്ന ഒരു സ്ഥലത്താണ് ഇൻസ്റ്റലേഷൻ പൂർത്തിയാക്കിയിരിക്കുന്നത്. നമുക്കിവിടെ ഏകദേശം ഒരു 6:30 മണി മുതൽ വൈകിട്ട് 5-5:45 വരെയൊക്കെ നല്ല വെയിൽ കിട്ടുന്നുണ്ട്. നല്ലൊരു പ്രൊഡക്ഷൻ ഇവിടെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അതുപോലെ പാനലിന്റെ ക്ലീനിങ് നമ്മൾ എപ്പോഴും ഉറപ്പ് വരുത്തണം. പാനൽ എപ്പോഴും ക്ലീൻ ആയിരിക്കണം. ഒരു മാസത്തിൽ ഒരിക്കലെങ്കിലും ഒന്ന് കയറി ചെക്ക് ചെയ്യത്തക്ക രീതിയിലുള്ള ഒരു സ്ഥലത്ത് വേണം നമ്മൾ ഇൻസ്റ്റലേഷൻ പൂർത്തിയാക്കാനായിട്ട്. ഇൻവെർട്ടർ ആൻഡ് ബാറ്ററി സെറ്റപ്പ് നമുക്ക് താഴെ പോയ ശേഷം വിശദമായിട്ട് കാണാം. ഇത്തരത്തിലാണ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ മുൻപ് പറഞ്ഞ പോലെ തന്നെ ഒരു 5 kVA സോളാർ ഓഫ് ഗ്രിഡ് സിസ്റ്റമാണ്. ഇതിൽ 5 kVA കപ്പാസിറ്റി വരുന്ന UTL സോളാർ ബാറ്ററിക്ക് വരുന്ന 5 വർഷം ഫ്രീ ഓൺസൈറ്റ് സർവീസ് വാറണ്ടി വരുന്ന ഒരു മോഡലാണ് ഇൻവെർട്ടർ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതൊരു ഹൈബ്രിഡ് ഇൻവെർട്ടർ ആണ്.
പക്ഷെ നമ്മളിവിടെ ഹൈബ്രിഡ് പർപ്പസിൽ ഉപയോഗിക്കുന്നില്ല. നമുക്ക് സാധാ ഓഫ് ഗ്രിഡ് സിസ്റ്റമായിട്ട് തന്നെയാണ് ഈ സിസ്റ്റം ഉപയോഗിക്കുന്നത്. വാറണ്ടി കൂടുതലുണ്ട് എന്നുള്ള ഒരു അഡ്വാൻറ്റേജ് കൊണ്ടാണ് ഈ സിസ്റ്റം നമ്മൾ ഓഫ് ഗ്രിഡ് സിസ്റ്റത്തിലേക്ക് പ്രയോജനപ്പെടുത്തുന്നത്. ഇത് ട്രാൻസ്ഫോമറുള്ള ഹെവി ഡ്യൂട്ടി ടൈപ്പ് ഇൻവെർട്ടറാണ്. അതുതന്നെ ഇവിടെ നമ്മൾ മുൻപും വീഡിയോകളിലൂടെ പരിചയപ്പെടുത്തിയിട്ടുള്ള 5 യൂണിറ്റ് സ്റ്റോറേജ്, അതായത് 51.2 വോൾട്ട് 100 AH ലിഥിയം ഫെറോഫോസ്ഫേറ്റ് ബാറ്ററി പാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. 5 യൂണിറ്റ് ആണ് വൈദ്യുതി നമുക്ക് ഇതിൽ സ്റ്റോർ ചെയ്യാൻ പറ്റുന്നത്. ഇതിലും 60 മാസമാണ് വാറണ്ടി കമ്പനി കൊടുക്കുന്നത്. ഇവിടെ ഒരു DC DB അവൈലബിൾ ആണ്. ഇവിടെ SPD കൊടുത്തിട്ടുണ്ട്. ഹാവൽസിന്റെ 32 ആംപിയർ DC MCB, അതുപോലെ തന്നെ ഒരു AC DB ഉണ്ട്. അത് 32 ആംപിയറിന്റെ തന്നെ സീക്കറോ MCBയും SPDയും കൊടുത്തിരിക്കുന്നത് കാണാം. അതുപോലെ തന്നെ നമ്മൾ ഇൻവെർട്ടറിന്റെ പ്രൊട്ടക്ഷന് വേണ്ടി സെപ്പറേറ്റ് ഒരു ഇൻപുട്ട് DB കൊടുത്തിട്ടുണ്ട്. അതിൽ 20 ആംപിയറിന്റെ ഇൻപുട്ട് MCB, അതുപോലെ തന്നെ ഒരു RCCB, ഒരു 63 ആംപിയറിന്റെ ഐസൊലേറ്റർ. ഇത് ഇൻവെർട്ടറിന് വേണ്ടി മാത്രം സെപ്പറേറ്റ് ആയിട്ട് ചെയ്തിരിക്കുന്നതാണ്. രാത്രി സമയങ്ങളിൽ KSEBിലേക്ക് ക്യാരി ഓവർ ചെയ്യാൻ വേണ്ടി കൊടുത്തിരിക്കുന്ന ഒരു ബാക്കപ്പ് സപ്ലൈ എന്നുള്ള രീതിയിൽ. നമ്മൾ ഇത്തരത്തിലുള്ള സിസ്റ്റംസിന്റെ വർക്കിംഗ് ഒരുപാട് വിശദീകരിച്ചിട്ടുള്ളതാണ്. എങ്കിലും ഈ സിസ്റ്റത്തിന്റെ വർക്കിംഗ് എന്ന് പറയുന്നത് പകൽ സമയത്ത് സോളാറിലായിരിക്കും നമ്മുടെ ഇൻവെർട്ടറിന്റെ അവിടെ കണക്ട് ചെയ്തിരിക്കുന്ന ഉപകരണങ്ങളെല്ലാം വർക്ക് ചെയ്യുന്നത്. രാത്രി സമയത്ത് ബാറ്ററി എത്ര ശതമാനം ആകുമ്പോൾ KSEBിലേക്ക് മാറണം എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാവുന്നതാണ്. ഇവിടെ നമ്മൾ ബാറ്ററി 50% ആകുന്ന കണ്ടീഷനിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് രാത്രി സമയത്ത് വെയിൽ പോയ ശേഷവും ബാറ്ററി തന്നെയായിരിക്കും ലോഡുകൾ ഉപയോഗം നടക്കുന്നത്. അതിനുശേഷം ബാറ്ററി 50% അല്ലെങ്കിൽ ബാറ്ററി 50 വോൾട്ടൊക്കെ ആവുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി KSEBിലേക്ക് ക്യാരി ഓവർ ചെയ്യുന്നതാണ്. പിറ്റേ ദിവസം വെയിൽ വരുന്ന സമയത്ത് വീണ്ടും തിരിച്ച് സോളാറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മുടെ രാത്രി സമയത്ത് ഉപയോഗം വളരെ കുറവാണെങ്കിൽ ബാറ്ററി തന്നെ രാവിലെ വരെ പോകും. രാത്രി സമയം ഉപയോഗം കൂടുതലാണെങ്കിൽ ഇട സമയത്ത് വെച്ച് എപ്പോഴെങ്കിലും ബാറ്ററി നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന വോൾട്ടേജ് താഴെ എത്തുമ്പോൾ ഓട്ടോമാറ്റിക്കലി KSEBിലേക്ക് മാറുകയും രാവിലെ വെയിൽ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഷിഫ്റ്റ് ചെയ്ത് സോളാറിലേക്ക് മാറുകയും ചെയ്യും. ഇതിൻ്റെ സിസ്റ്റംസ് ഒക്കെ ഓട്ടോമാറ്റിക്കലി നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ ഉപയോഗം കൂടുതലാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി KSEBിലേക്ക് മാറും. ഇവിടെ നമുക്ക് നോക്കാം, ബാറ്ററി ഇപ്പോൾ നിലവിൽ ഡിസ്ചാർജിങ് ആണ്. കാരണം സോളാർ പാനലിൽ നിന്ന് വരുന്നതിലും കൂടുതൽ വീട്ടിൽ ഉപയോഗമുണ്ട്. 97% ചാർജഡാണ്. ഇപ്പോൾ വൈകുന്നേരം ഏകദേശം 5 മണിയോളം സമയമായിട്ടുണ്ട്. ഇതിന് നമുക്ക് 5000 വാട്ട്സ് വരെ സോളാർ പാനൽ കണക്ട് ചെയ്യാൻ കപ്പാസിറ്റി ഉണ്ട്. അതായത് 590 വാട്ട്സിന്റെ 8 പാനലുകൾ വരെ കണക്ട് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്കിതിൽ 4000 വാട്ട് വരെ ലോഡ് ചെയ്യാം. 0.8 ആണ് ഇതിന്റെ പവർ ഫാക്ടർ. 5 kV ആണ് ഇൻവെർട്ടർ സിസ്റ്റം കപ്പാസിറ്റി വരുന്നത്. 48 വോൾട്ടിൽ വർക്ക് ചെയ്യുന്ന ഒന്നാണ്. സോളാർ പാനലിൽ നിന്നുള്ള പ്രൊഡക്ഷൻ കാണാം. ഇപ്പോൾ സമയം 5 മണിക്ക് മുകളിലായി. ഇപ്പോഴും നമുക്ക് 1000 മുകളിൽ വാട്ട്സ് പ്രൊഡക്ഷൻ ഉണ്ട്. ഇന്ന് നമ്മൾ ഉച്ച സമയത്താണ് കണക്ട് ചെയ്തത്. 4.3 യൂണിറ്റ് ഇന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ബാറ്ററി നമ്മൾ പാക്കിങ്ങിൽ നിന്ന് അൺപാക്ക് ചെയ്ത സമയത്ത് 50% ഉണ്ടായിരുന്നു. നാളെ മുതൽ കുറച്ചുകൂടെ പ്രൊഡക്ഷൻ ഉണ്ടാവുന്നതാണ്. പിന്നെ പകൽ സമയത്തെ ഉപയോഗം അനുസരിച്ച് വേരിയേഷൻ ഉണ്ടാവും. ഇവിടെ ലിഥിയം ഫെറോഫോസ്ഫേറ്റ് ബാറ്ററി പാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഡിസ്പ്ലേയിലേക്ക് വന്നെങ്കിൽ 96% ചാർജറാണെന്ന് കാണാം. അതുപോലെ തന്നെ 19 ആംപിയറിൽ ഡിസ്ചാർജിങ് ആണ്. നമുക്ക് ലെഡ് ആസിഡ് ബാറ്ററി പോലെ പെട്ടെന്നൊന്നും ഡിസ്ചാർജ് ആയി ബാറ്ററി വോൾട്ട് ഡ്രോപ്പ് ആകുന്ന ഒരു പ്രശ്നമില്ല. ഇവിടെ കമ്മ്യൂണിക്കേഷൻ പോർട്ടുകൾ കാണാം. നമ്മുടെ ഹൈബ്രിഡ് ഇൻവെർട്ടറുകളൊക്കെ ആയിട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത് കണക്ട് ചെയ്യാനായിട്ട് സ്റ്റേറ്റ് ഓഫ് ചാർജ്, റൺ, അങ്ങനെയുള്ള കാര്യങ്ങൾ കാണാം. BMSന്റെ ഒരു സ്വിച്ച് സെപ്പറേറ്റ് കൊടുത്തിരിക്കുന്നതാണ്. അത് നിലവിൽ ക്യാപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ 120 ആംപിയറിന്റെ ഒരു DC MCB കൊടുത്തിട്ടുണ്ട്. ബാറ്ററിയുടെ ഡാറ്റ ഷീറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ 100 AH ആണ് മാക്സിമം നമുക്ക് ഡിസ്ചാർജ് ചെയ്യാൻ പറ്റുന്ന കറണ്ട്. 95 ആംപിയറിൽ ഡിസ്ചാർജ് ചെയ്യാം. 45 ആംപിയർ വരെ ചാർജ് ചെയ്യാം. ബാറ്ററി ലോ കട്ട് ഓഫ്, ഹൈ കട്ട് ഓഫ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇതനുസരിച്ച് വേണം നമ്മൾ ഇൻവെർട്ടറിൽ വോൾട്ടേജ് സെറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട്. ഇൻവെർട്ടറിന്റെ ബാക്ക് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ റോട്ടറി ഓൺ ഓഫ് സ്വിച്ച് കൊടുത്തിരിക്കുന്നതാണ്. ഒരു ചേഞ്ച് ഓവർ ആണ് ശരിക്കും പറഞ്ഞാൽ. അതുപോലെ തന്നെ ഇതിനൊരു ഡാറ്റ സ്പെക് ഷീറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് സോളാർ പാനൽ കണക്ടിവിറ്റി, അതുപോലെ തന്നെ ബാറ്ററി ഡിസ്കണക്ട്, MCB, ഇൻപുട്ട് ഔട്ട്പുട്ട് MCBകളൊക്കെ കൊടുത്തിരിക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് അതുപോലെ തന്നെ സോഫ്റ്റ് സ്വിച്ചിങ് ഉണ്ട്. സോഫ്റ്റ് ബട്ടൺ സ്റ്റാർട്ടിംഗ് ഒക്കെ ഇതിനുണ്ട്. നല്ലൊരു ഫീച്ചറാണ് അതൊക്കെ. ഇതൊരു സെല്ലാർ ഏരിയയിൽ ഒരു ചെറിയ പ്ലാറ്റ്ഫോമിലാണ് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ പ്രൊട്ടക്റ്റീവ് സംവിധാനങ്ങളും നമ്മളിതിൽ കൊടുത്തിട്ടുണ്ട്. 5 യൂണിറ്റ് സ്റ്റോറേജും അതുപോലെ തന്നെ പകൽ സമയത്ത് ഒരു 5 മുതൽ 8 യൂണിറ്റ് വരെ ഉപയോഗമുള്ള ആൾക്കാരെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള സിസ്റ്റംസ് വളരെ ആപ്റ്റാണ്. മാക്സിമം ഒരു 12 യൂണിറ്റ് വരെയൊക്കെയാണ് ഈ സിസ്റ്റത്തിൻ്റെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി. ഇതിൽ 3500 വാട്ട്സ് സോളാർ പാനൽ ഉണ്ടെങ്കിൽ ഓഫ് ഗ്രിഡ് ആയതുകൊണ്ട് തന്നെ ബാറ്ററി ഫുള്ളായ ശേഷം നമ്മുടെ ഉപയോഗം അനുസരിച്ചാണ് പിന്നെയുള്ള പ്രൊഡക്ഷൻ ഇരിക്കുന്നത്. അപ്പോൾ കറണ്ട് ബില്ല് ഒരു 5000 രൂപ റേഞ്ചിലൊക്കെ ഉള്ളവർക്ക് അത് 1000 രൂപയ്ക്ക് താഴത്തേക്ക് ലിമിറ്റ് ചെയ്യാനും ഫുൾ ടൈം KSEBിനെ ആശ്രയിക്കാതെ ഒരു ഇൻഡിപെൻഡന്റ് സിസ്റ്റമായിട്ട് ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരു മോഡലാണ്. ഇതിലെ മറ്റ് വിശദമായ ഇൻസ്റ്റലേഷൻ വീഡിയോസ് നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്. കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവർക്ക് താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലും കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സോളാറുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു ഇൻസ്റ്റലേഷൻ വീഡിയോ ആയിട്ട് നമുക്ക് ചാനലിലൂടെ വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.